ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യേശുവും രണ്ട് പാപികളും. അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലം ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കൽഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനഞ്ഞു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്ന്, എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ യേശു അത് തിരിച്ചറിഞ്ഞിട്ട് അവനെ വിളിച്ച് അവനോട് പറയുന്നതായ ചില കാര്യങ്ങൾ മുമ്പോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ നാം കാണുന്നത് രണ്ട് പാപികളെയാണ്. ആ പരീശൻ എന്ന് പറഞ്ഞ ആള് ആ പാപിനിയായ സ്ത്രീയെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പാപം ചെയ്തവനാണ്. എന്നാൽ അവൻ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ട ആ മര്യാദകളൊന്നും, അതായത് യഹൂദന്മാർ നിർവഹിക്കുന്നതായ ആ ആതിഥേയ മര്യാദകളൊന്നും തന്നെ അവൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ സ്ത്രീ, അവൾക്കറിയാമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഒരു പാപിയാണ്, ഞാൻ പാപം ചെയ്തവളാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതിൻ്റേതായ പശ്ചാത്താപവും അവൾ നടത്തുന്നുണ്ട്. അതിൻ്റേതായ അനുഭവം അവൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ വേദഭാഗം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ മനസ്സുരുകി വളരെ അനുതാപത്തോടുകൂടി അവളെ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് അവൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്നിരുന്ന് അവൾ സമർപ്പിക്കുന്നു. കാരണം അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൾക്ക് മനസ്സിലായത്, ഇവനാൽ എൻ്റെ പാപം മോചിക്കപ്പെടും എന്ന് അവൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് അവൾ അവൻ്റെ അടുത്ത് വന്ന് അവളെ തന്നെ സമർപ്പിച്ചു. എന്നാൽ പരീശൻ അവസരം കിട്ടിയിട്ടും അവൻ അത് മനസ്സിലാക്കാതെ അവൻ്റെ പാപങ്ങളെ മോചിച്ചു കിട്ടുന്നതിനായി അവൻ പശ്ചാത്തപിക്കുന്നില്ല എന്നാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെ പശ്ചാത്തപിക്കാത്തതിനാൽ അവന് ആ അവസരത്തെ ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ആ പാപിനിയായ സ്ത്രീ യേശുവിനെ മനസ്സിലാക്കിയത് കൊണ്ട് അവന് പശ്ചാത്തപിക്കുവാനുള്ള അവസരം കിട്ടി. നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ വേദഭാഗം ഇവിടെയുണ്ട്. 139-ാം സങ്കീർത്തനം 2, 3, 4 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല എന്ന് ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അതായത് നമ്മുടെ അന്തരങ്ങളെ തിരിച്ചറിയുന്നവനായ കർത്താവിനെ നാം മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തികൾ ശരിയാക്കുന്നുവെങ്കിൽ ഈ ശീമോന് കിട്ടാഞ്ഞ ആ പാപമോചനവും ആ പാപിനിയായ സ്ത്രീയെ കിട്ടിയ പാപമോചനവും നാം മനസ്സിലാക്കുമ്പോൾ നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്നതായ അവസരം, അതായത് നമ്മളൊരു നല്ല ക്രിസ്ത്യാനിയായി ഒരു നല്ല കുടുംബത്തിൽ ജനിക്കുവാൻ നമുക്ക് ഏവർക്കും അനുഗ്രഹം പ്രാപിച്ചത് അതിൻ്റെ ആ അവസരം അനുസരിച്ച് നാം അത് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നിന്നും നമുക്ക് അത് മനസ്സിലാക്കുവാനും സാധിക്കും. നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ശരിയായ അവബോധം ഉണ്ടെങ്കിൽ നാം നമ്മുടെ കർത്താവിലേക്ക് അടുത്തു ചെല്ലുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കാനായി നാം 51-ാം സങ്കീർത്തനം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. നാം പാപത്തിന് അധീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ അത് സമർത്ഥിക്കുന്നുണ്ട്.
റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:9 പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നുവെന്നാണ് പറയുന്നത്. നാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഉണ്ടാകും എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ശിമോൻ രക്ഷകനായ യേശുവിനെ ക്ഷണിച്ചു, യേശു അവൻ്റെ ക്ഷണം സ്വീകരിച്ചു. പാപമോചനത്തിലുള്ള രക്ഷയ്ക്ക് വേണ്ടി കിട്ടിയ അവസരം അവൻ പാഴാക്കി. എന്നാൽ പാപിനിയായ സ്ത്രീ ആ അവസരത്തെ ഉപയോഗിച്ച് രക്ഷ പ്രാപിച്ചു. അവളെ പോലെ അനുതാപത്തോടെ യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ നമുക്കും അണയാം. അങ്ങനെ അണഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ ബാക്കിയുള്ള ജീവിതം വളരെ സന്തോഷത്തോടും അനുഗ്രഹപ്രദമായും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും ഓർത്ത് നാം നമ്മെ തന്നെ തിരുത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.